നാം സാക്ഷികളായി തീരണം. യേശുക്രിസ്തുവിന്റെ സാക്ഷികൾ, ആരാധനയുടെ സാക്ഷി. എങ്ങനെയുള്ള സാക്ഷികളാണ്? നിങ്ങൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ശേഷം. ഈ ശക്തിയെക്കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നത് ഇത് കൊടുങ്കാറ്റ് പോലുള്ള ശക്തിയാണ്. 2 തീജ്വാല പോലെയുള്ള ശക്തിയാണ്. 3 ഇടിമുഴക്കം പോലെയുള്ള ശക്തിയാണ്. കൊടുങ്കാറ്റിന് ശക്തിയുണ്ടോ? ഹരിക്കൈ. അലക്സ് ഇവിടെ വന്നില്ല. നേരത്തെ ചില സ്ത്രീകൾ കത്രീനായും ഡോണി അനീഷയൊക്കെ വന്നു. ആരോ പറഞ്ഞതുപോലെ ആ പെണ്ണുങ്ങൾ വന്നിട്ട് പോയി ഇപ്പൊ അലക്ഷൻ കയറി വന്നിരിക്കുകയാണ്. കൊടുങ്കാറ്റിന് ശക്തിയുണ്ട്. 2 വർഷത്തിന് മുമ്പ് ഇവിടെ ഐക്യ, മലയാളത്തിൽ പറഞ്ഞ ഐക്യല്ല ഐപ്പ്, ഇവിടെ വന്നു. കൊടുങ്കാറ്റിന്റെ ശക്തി എന്താണ്? നിങ്ങളുടെ സാക്ഷ്യത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തിന്റെ സഭയ്ക്കും എതിരായി നിന്ന എല്ലാ എതിർപ്പുകളെയും തകിടം മറിച്ച് അടിത്തറ ഇളക്കുവാൻ ഇന്നു പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുങ്കാറ്റുമായി 2-3 ആഴ്ച കണ്ടില്ല. എന്താ? ഒരു കൊടുങ്കാറ്റ് വന്നത്. ഇന്ന് പകൽ ആ കൊടുങ്കാറ്റിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ അല്പമെങ്കിലും ഒന്ന് കുലുങ്ങാനും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ കൈ ഉയർത്തി ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം അന്യഭാഷയിൽ ചെയ്യുന്നത്? വെള്ളത്തിൽ തലമുടിയിട്ട് പുഴുങ്ങിയാലും അത് കിടക്കത്തില്ല. പക്ഷെങ്കിൽ തീയുടെ അറ്റത്തോട്ട് തലമുടി കാണിച്ചാലും അത് ഉരുകും. അല്ലേ? നശിപ്പിക്കുക മാത്രമല്ല, ശുദ്ധീകരിക്കുന്ന ശക്തിയാണ്. പെന്തക്കോസ്ത് തീയാണ് കേട്ടോ. ഈ തീക്ക് ചൂടുണ്ട്. ഇന്ന് പകൽക്കാലം ആ ചൂട് നമ്മിലേക്ക് വ്യാപരിക്കട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും ദൈവത്തിന്റെ ശക്തിയുടെയും ചൂടിനായി ഇന്ന് ദൈവത്തിന്റെ കൈകളിൽ ഇടിമുഴക്കം പോലെ. ഇടിയെ പേടിയില്ലാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടോ? എനിക്ക് ഒന്നിനെയും പേടിയില്ല. മുൻപ് പാസ്റ്റർ ഷാജിദാനിയിൽ പറഞ്ഞതുപോലെ എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്ന് പറഞ്ഞ് 2 ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ്, ഞാൻ ബൈബിൾ കോളേജിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ജോലി ചെയ്യാൻ വന്നു. ഒരു ഇടി മിന്നലിൽ കൂടെ വന്നു. 2 ഇലക്ട്രിക് ലൈൻ വെൽഡ് ചെയ്ത് മുറിഞ്ഞു പോകുന്ന പോലെ താഴെ പോയി. ഈ വീരന്മാർ 2 നിലത്ത് കിടക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരൻ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരട്ടെ. കർത്താവ് ഈ ബലഹീന ശരീരത്തിലേക്ക് നീ പകർന്ന ദൈവശക്തിക്കായി കൈകളിലൊക്കെ സ്തോത്രം ചെയ്യാം. ഈ ശക്തി വന്ന ശേഷം അവര് പ്രാർത്ഥനയുടെ സാക്ഷികൾ, ആരാധനയുടെ സാക്ഷികൾ. സമയം ചുരുക്കത്താൽ 3 അവർ യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചും യേശുക്രിസ്തു നൽകിയ സൗഖ്യത്തെക്കുറിച്ചും യേശുക്രിസ്തു നൽകിയ അനുഭവത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും അല്ലേ സാക്ഷിച്ചത്? നിങ്ങൾ സാക്ഷികളാകണം. ആരൊക്കെയാ സാക്ഷികളാകേണ്ടത്? പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. പത്രോസിന്റെ സാക്ഷ്യം, സാക്ഷ്യം എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുക, സാക്ഷ്യം ഉപദേശം, സാക്ഷ്യം ചെറിയ പ്രസ്താവന, സാക്ഷ്യം പ്രസംഗം, സാക്ഷ്യം രോഗസൗഖ്യം. കർത്താവിനെ രക്ഷിച്ചു എന്നുള്ള സാക്ഷ്യം മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് മരിച്ച യേശു എന്റെ മരണത്തെ മാറ്റാൻ എന്നോട് കൂടെ നടക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു എന്ന് പറയുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം നോക്കിയാൽ കല്ല് മുകളിൽ വെച്ചിരിക്കുക. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പില്ല. പത്രോസേ, നീ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞതാ. ഒരിക്കലും നീ നിന്റെ ശുശ്രൂഷയിൽ ഉയരുകയില്ല എന്ന് വേലക്കാരത്തിൽ പെൺകുട്ടി മുതൽ പിശാച് വരെ ആരെല്ലാം അവനെതിരെ വെല്ലുവിളി ഉയർത്തിയോ ആ വെല്ലുവിളി മാറ്റി പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ ഒരു സാക്ഷ്യത്താൽ 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിൽ ഇന്നു മുതൽ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളുടെ സാക്ഷ്യത്താൽ സഹോദരിമാരെ, സഹോദരന്മാരെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ യേശുവിലേക്ക് വരുവാനിടയായി തീരട്ടെ. നിങ്ങൾ സാക്ഷികളാകണം. ആരാണ്? എന്റെ മുൻപിലിരിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, പാസ്റ്റർമാര് മാത്രമല്ല. സൗഖ്യം പ്രാപിച്ച മുടന്തൻ സാക്ഷ്യം പറയട്ടെ. ലുസ്ത്രയിൽ സൗഖ്യം പ്രാപിച്ചവർ സാക്ഷ്യം പറയട്ടെ. കാരാഗ്രഹ പ്രമാണി സാക്ഷ്യം പറയട്ടെ. ഇക്കോന്യ, തെസ്സലോനിക്ക, ഫിലിപ്പിയ, അടിമകള്, ഉടമകൾ സൗഖ്യം പ്രാപിച്ച ഭൂതാത്മാവിനാൽ ബന്ധിക്ക
പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കും. രാത്രി 11:30 മണിയായി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുകയാണ്. ഒരു 2 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ഒരു പാസ്റ്റർ മകൻ തൃശ്ശൂർ മരിച്ചു. ശവസംസ്കാരത്തിന് പോകും. ഒരു കൈ ഉടുത്ത് കളർ ഷർട്ട് ഇട്ട ഒരുവൻ, എനിക്ക് സൂട്ടൊന്നുമില്ല, നാട്ടിൽ സൂട്ടൊന്നും ഇട്ടുകൊണ്ട് പോകത്തില്ല, കാരണം ഈ ചൂട് ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇത് തന്നെ അങ്ങ് ഉയർത്ത് വല്ലാതെ വരും. എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മുഹമ്മദ് നല്ലവനാണ്, ഇസ്ലാമിൽ വിശ്വസിക്കണം, മുഹമ്മദിനെ അംഗീകരിക്കണം. ഞാൻ ചോദിച്ചു, നീ ആരാ? ഞാനൊരു പച്ചക്കറി കച്ചവടക്കാരൻ, തമിഴ്നാട്ടിൽ പച്ചക്കറി വാങ്ങാൻ പോവുകയാണ്. ഞാൻ ചോദിച്ചു, മുഹമ്മദിനെ നിനക്കറിയാം? ചിലതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, ഇസ്ലാം ഞാൻ പഠിപ്പിക്കുന്നതാണ്. അറിയാം, അയാൾ ഇത്രയും കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളത്. ചിലതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. അപ്പോഴത്തേക്ക് എൻ്റെ ട്രെയിൻ വരാൻ സമയമായി. ഓരോ മുസ്ലിങ്ങളും രാവിലെ അവരുടെ പിള്ളേരെ അവരുടെ മദ്രസയിൽ പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരാഴ്ച 2 പേരോടെങ്കിലും യേശുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട്? നമ്മുടെ സഭകൾ എന്താ വളരാത്തത്? പാസ്റ്ററെ ശമ്പളം കൊടുത്താക്കിയാൽ അവരുടെ ചിന്ത, പാസ്റ്റർ ഇതെല്ലാം ഏൽപ്പിച്ചിരിക്കുകയാണ്. അല്ല, എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരായിരുന്നേക്കാം, വീട്ടമ്മമാരായിരുന്നേക്കാം, സാക്ഷ്യം പറഞ്ഞാൽ മതി. ഒരു മുസ്ലിമിനെ എന്നെ കണ്ട്, ഞാൻ ഒരു പ്രൊഫസറാണെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ അദ്ദേഹത്തിന് അടവുകളൊക്കെ പതറിപ്പോയി. ഓരോ മുസ്ലിമും മറ്റുള്ളവരെ, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, മുഹമ്മദിനെ കുറിച്ച് പറയാൻ ഒരുങ്ങുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, നിന്റെ മുഹമ്മദ് ചത്തുപോയി, എന്റെ യേശു ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം പറയാൻ ഇന്നും നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്ന ആൾക്കാരുമായി തീരട്ടെ. നിങ്ങൾ സാക്ഷികളാകണം. ഈ സാക്ഷ്യത്തിന്റെ ഫലം എന്താണ്? നീ എവിടെ സാക്ഷ്യം പറയുന്നുവോ അവിടെ നിന്ന് ചില സാക്ഷികൾ യേശുവിനെ കുറിച്ച് പറയാനായി. പാസ്റ്റർ ജീവൻ പറഞ്ഞു, കച്ചിൽ പോയി, ഗുജറാത്ത് ആകട്ടെ, ഏത് സ്ഥലമാകട്ടെ, യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയണം. അതിനധികം പഠിക്കുകയൊന്നും വേണ്ട. പക്ഷെ യേശു അയച്ച ഈ 12 സാക്ഷികളും ഗ്രാജുവേഷന് മുൻപേ യൂത ഇറങ്ങിപ്പോയി. കയറും കൊണ്ടാണ് പോയത്, ഡിപ്ലോമയുടെ കയറും കൊണ്ടാണ് പോയത്. ബാക്കി 11 മാത്രമേ ഡിപ്ലോമ കിട്ടിയുള്ളൂ. മത്തിയാസും കൂടെ ചെന്നു. അവരൊക്കെ എങ്ങനെ സാക്ഷികളായി? മാർട്ടൂറോസ്, രക്തസാക്ഷികൾ. യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി. അതിലൊരു സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നെന്ന് നാം വിശ്വസിക്കുന്നല്ലോ. ആളുകൾ പറയുന്നു മൈലാപ്പൂരാണ് അദ്ദേഹത്തെ ഏതോ വേടന്മാരെ അമ്പെയ്ത് കൊന്നത്. മദ്രാസ് ഇത്രയും സഭകൾ ഉണ്ടാകാൻ കാരണം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താണെങ്കിൽ യെരുശലേമിൽ നീ തുടങ്ങിയാൽ നിന്നെ ആര് നിന്ദിച്ചോ, നിന്നെ ആര് അവഹേളിച്ചോ, പെന്തക്കോസ്തിലേക്ക് വന്നതുകൊണ്ട് നിന്റെ ഭാവി ഇരുളടയുമെന്ന് ആരൊക്കെ നിങ്ങളുടെ വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞോ, അവിടെ ദൈവം നിങ്ങളെ ഉയർത്തിയെന്ന അനുഭവമുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്തുതിച്ചാണ്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ ഒരു അനുഭവം കൂടെ. എൻ്റെ സഹോദരൻ ജോർജ് മാത്യു ഇവിടെ ഒരു റിട്ടയർഡ് ഹൈസ്കൂൾ ടീച്ചർ, ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ളയാണ്. മർത്തോമായിൽ നിന്ന് റീത്തിലേക്ക് പോയി തൻ്റെ ഭാര്യ ഞങ്ങളോടൊപ്പം അസംബ്ലി സ്കൂളിൽ ആരാധിക്കാൻ വന്നു. പലപ്പോഴും ഞാൻ ചെന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ആ സാറ് വിശ്വാസത്തിലേക്ക് വന്നില്ല. ഞങ്ങളുടെ സഭയിലെ ഒരു അമ്മച്ചിക്ക് അവർ എഴുത്തും വായനയൊന്നും പറഞ്ഞുകൂടാ. ചിലപ്പോഴൊക്കെ യോഗത്തിന് വന്നാൽ ഉറങ്ങുമെങ്കിൽ സ്തോത്രവും പറഞ്ഞിട്ട്. ഒരു ദിവസം ആ വീട്ടിൽ ചെന്ന് സാറിനോട് പറഞ്ഞു, സാറ് ഇങ്ങനൊന്നും പോയാൽ പോരാ, ഇയാളുടെ ഭാര്യ നമ്മുടെ ഒപ്പം ആരാധിച്ചു വരുന്നു, സാറ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കണം. സാറ് പറഞ്ഞു, അമ്മച്ചി ആ വെച്ച വെള്ളം വാങ്ങിയത് എന്നെ അതിന് കിട്ടത്തില്ല. അമ്മച്ചി മരിച്ചു. പിറ്റേ വർഷം 76 വയസ്സുള്ള ആ വ്യക്തിയെ ഞാൻ എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തി. സഹോദര സഹോദരി, സാക്ഷ്യം പറയാമോ? മൗനമായിരിക്കരുത്. അല്ലേ? തക്ക സമയത്ത് അറിയിക്കേണ്ട സാക്ഷ്യത്തിന് വേണ്ടി ദൈവം